CPM DYFI പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2010 മെയ് 16-നായിരുന്നു രാഷ്ട്രീയ വൈരത്തിൽ ഒരു ജീവനെടുത്തത്. CPM പ്രവർത്തകനും DYFIയുടെ സജീവ സംഘാടകനുമായിരുന്ന വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശി ബിജുവിനെ വെട്ടിക്കൊല്ലുകയും CITU ചുമട്ടുതൊഴിലാളിയായ ജിനീഷിനെ ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കൊലപാതക കുറ്റം ചെയ്തതിന് 8 പ്രതികളെയും ആജീവനാന്തം തടവിനും ഓരോരുത്തർക്കും 1,44,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് KM രതീഷ് കുമാർ ശിക്ഷ വിധിച്ചു. കേസിലാകെ 9 പ്രതികളാണുണ്ടായിരുന്നത്. വിചാരണയ്ക്കിടെ 6ാം പ്രതി രവി മരണപ്പെട്ടു. പ്രതികളായ ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, സതീഷ്, സുനീഷ്, സനീഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ച പ്രതികളെ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിനായി കോടതിയിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് കോടതി വിധി പ്രസ്താവിച്ചത്. 2010 മെയ് 16 വൈകിട്ട് 5 മണിക്ക് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ മുൻവശത്ത് വെച്ചാണ് ക്രൂര കൊലപാതകം. സംസാരിച്ചു നിൽക്കുകയായിരുന്ന ബിജുവിന്റെയും ജിനീഷിന്റെയും അരികിലെത്തിയ BJP RSS പ്രവർത്തകരായ പ്രതികൾ രാഷ്ട്രീയ വിരോധത്തിൽ വാൾ, കമ്പിവടി, ദണ്ഡ്, ഇടിക്കട്ട എന്നിവയുപയോഗിച്ച് ആക്രമിച്ചു. പ്രതികൾ ബൈക്കിൽ വന്ന് വാൾ വീശി മറ്റുള്ളവരെയെല്ലാം ഭയപ്പെടുത്തി മാറ്റി നിർത്തിയതിനു ശേഷം ബിജുവിന്റെ തലയിലും കൈയിലും വെട്ടി, കമ്പിവടി കൊണ്ടടിച്ചു. തടുക്കാൻ ചെന്ന ജിനീഷിന്റെ കൈയിലും കാലിലും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പരിക്കുപറ്റിയ ജിനീഷ് അടക്കം ആകെ 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിച്ചു. 82 രേഖകൾ ഹാജരാക്കി. വാളുകൾ ഉൾപ്പെടെ 23 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KD ബാബു, അഡ്വക്കേറ്റ് ശരത് ബാബു കോട്ടയ്ക്കൽ, അഡ്വക്കേറ്റ് രേഷ്മ PV എന്നിവർ ഹാജരായി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.